ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ നമ്മുടെ സുധിമോൾ MC എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അറിയാൻ മതിയാവും, നമ്മുടെ ഒരു ചിരി ചെറുചിരി ബമ്പർ ചിരിയിലെ ആ ചേച്ചിയാണത്. അപ്പം പുള്ളിക്കാരി എന്താ പറയുക, അത്രയും പാവപ്പെട്ട കുടുംബത്തിലാണ്, അത്രയും പാവപ്പെട്ടൊരു, എനിക്ക് തോന്നുന്നു അത്രയും പാവപ്പെട്ട ഒരാളാണ്. കണ്ടാൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്. പിന്നെ ആളിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയാസിൽ ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവ് ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ സാഹചര്യം വളരെ മോശമാണ്. ആൾക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളൊന്നുമില്ല. കുറേ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തത് മുഖേനയാണ് ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരി യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയതും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പം ഇതിലൂടെ ആൾക്കൊരു വീട് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആളുടെ കൺസെപ്റ്റ്. കാരണം വേറെ ഒന്നുമില്ല, ആൾക്ക് വേറെ വരുമാന മാർഗങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു രീതി ചൂസ് ചെയ്തത്. അപ്പം ഇതിൽ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ നാട്ടിൽ തന്നെ ഒരു സംഘടന വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപക്ക് എങ്ങാനും ഒരു വീട് വെച്ച് കൊടുക്കാം, പക്ഷേ സ്വന്തം പേരിലൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. സ്ഥലം വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ നമ്മളെല്ലാവരും ഡെയിലി വ്ളോഗ്സ് ഇടുന്ന പോലെ തന്നെ ആൾ യൂട്യൂബിൽ അത് പങ്കുവെച്ചു. കുറേ പേര് ആ വീഡിയോക്ക് കമൻറ്റ് നല്ല രീതിയിലുള്ള, അതായത് നമുക്ക് അറിയാം മലയാളീസ് സ്വതവേ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, സഹായിക്കാൻ മനസ്സുള്ളവരാണ്. അപ്പോൾ കുറച്ച് മലയാളീസ് അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ തരാം പൈസ, ഞങ്ങൾ തരാം, അക്കൗണ്ട് നമ്പർ ഇടൂ, ഞങ്ങൾ പൈസ അയച്ചു തരാം എന്നുള്ള ലെവലിൽ പറഞ്ഞു. അവർ ആ അക്കൗണ്ട് നമ്പർ കൊടുത്തു. അവർ പൈസ ഇട്ട് കൊടുത്തിട്ട് കാണണം, അറിയില്ല, കാണണം എന്തായാലും. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി. അതിന് താഴെ ഇതേ സെയിം മലയാളീസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള കുറച്ച് ജനങ്ങൾ വന്ന് കമൻ്റ് ഇട്ടേക്കുവാണ്. കമൻ്റ് ഞാൻ വായിക്കുന്നില്ല, വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഈ വ്യക്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ചേച്ചീനെ കുറിച്ച് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ മക്കളെ കുറിച്ചും അവർ പറയുന്നത്, ഈ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ്. എന്റെ മക്കളെ വലിച്ചെടുക്കരുത്, അവർക്കത് വിഷമം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞില്ല. അപ്പൊ ഞാനാണല്ലോ ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ഈ ചൊറിച്ചിൽ? ഞാൻ ചോദിക്കട്ടെ, ആൾക്കാരെ പറ്റിച്ച് ഡിവേഴ്സ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോസും വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും ഇട്ട് പോകണു. സർട്ടിഫിക്കറ്റിന്റെ പറ്റിക്കൽ ഒരു സൈഡിൽ വേറെ, പിന്നെ കമ്പനീൻ്റെ പേര് പറഞ്ഞ സ്റ്റാഫിന് കുറേ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കുറേ പ്രോബ്ലംസ്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ചത്തും ചമഞ്ഞും ഇരുന്ന് ആ യൂട്യൂബിൽ നിന്ന് കമൻ്റ് ഇട്ട്, എന്തിനാ എസ്സേ എഴുതുന്ന പോലെയാണ് കമൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഈ പാവപ്പെട്ട ചേച്ചി ഒരു രീതിയിലും ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത രീതി എല്ലാവരും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചേച്ചി, ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി ഒരു സാഹചര്യ സമ്മർദ്ദം കാരണം ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടുന്നു. അതിലൂടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കൊരു വീട് ഉണ്ടാക്കാം എന്നുള്ളൊരു ഞാൻ വീഡിയോസ് കാണിക്കാം, വീടിൻ്റെ സിറ്റുവേഷനൊക്കെ ഞാൻ വീഡിയോസ് കാണിക്കാം. ഇത്രയും സാഹചര്യം മോശമായതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കടിയാണ്? ഞാൻ കാര്യമായിട്ട് വയ്ക്കുക, ഒരാൾ നന്നാവുന്നതിൻ്റെ ലക്ഷണമാണോ അതോ അവർക്ക് അത്ര പൈസ കിട്ടിപ്പോയി എന്നുള്ളതിൻ്റെ ചൊറിച്ചിലാണോ, ഇനി നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഫേക്ക് കാണിച്ച് കുറേ പേര് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ അവസ്ഥ കണ്ട് സഹായിക്കാൻ മനസ്സിലുള്ളവർ സഹായിച്ചോട്ടെ, നല്ലതല്ലേ. നിങ്ങൾ പൊക്കി നടക്കുന്ന ചില യൂട്യൂബേഴ്സ് പോലും ഇതിനെ നെഗറ്റീവാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടാകാം, നിങ്ങൾക്ക് നല്ല വീടുണ്ടാവാം, കിടക്കാൻ നല്ലൊരു വീടുണ്ടാവാം, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവാം. എല്ലാവരുടെ അവസ്ഥ അതല്ല. നമ്മുടെ കേരളത്തിൽ മിക്ക ജനങ്ങളും അല്ലെങ്കിൽ മിക്ക ആൾക്കാരുടെയും അവസ്ഥ ഇതുപോലെയാണ്. നമ്മളറിയാത്ത ഒരുപാട് പേര് പട്ടിണി പാവങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നിട്ടില്ല. വരുന്നവര് ചെയ്തോട്ടെ, അവർക്ക് കിട്ടുന്ന ആ ഒരു സഹായം കൂടി ഇല്ലാതാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായോ? അതും തേർഡ് റൈറ്റിലായിട്ടുള്ള ആൾക്കാരെ പോലെ ചിന്തിച്ച് അതിൻ്റെ അടിയിൽ വന്ന് വെറുതെ കമൻ്റ് ഇട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് മെഴുകുകയാണ്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മലയാളീസിൻ്റെയും കൂടി വിലയാണ് കളയുന്നത്. ഞാനൊന്ന് പറയാം, മലയാളീസ് എന്ന് പറയുന്നത് നല്ലത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ പഠിക്കൂ. അല്ലാതെ ഈ രീതിയിലുള്ളൊരു പെരുമാറ്റം കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എനിക്കറിഞ്ഞൂടാ. അത് എടുത്ത് ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇതുപോലെ നെഗറ്റീവ്സ് എന്തായാലും വരും, സാധാരണമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ചില ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ ഇതെടുത്ത് നെഗറ്റീവായിട്ട് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ആക്കി ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
അവരെനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാവരും നന്മമരം എന്ന് പറഞ്ഞ് പൊക്കി നടക്കുന്ന ചില വ്യക്തികൾ എല്ലാവരും അല്ല, ചില വ്യക്തികൾ ഇതിനെ കണ്ടന്റ് ആക്കിയിട്ട് ഇവരെ മോശമായിട്ട് പറയുമ്പോൾ അതിന്റെ അടിയിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറെ നാറികളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, പോയി ചാവടേ.